ആസ് എ മലയാളി ആക്ച്വലി ഒരു ദിവസമെങ്കിലും ബീഫ് നിർബന്ധമാണ്. പക്ഷെ പലപ്പോഴും ഈ പഠിപ്പിന്റെയും ജോലിന്റെ ഒക്കെ തിരക്കിലായിട്ട് ഈ അരക്കല് പിടിക്കല് ചതക്കല് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ബീഫ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ വെറും ഒരു 6 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ബീഫ് കറി ഇങ്ങനെ ഉണ്ടാക്കാന്ന് ചേട്ടൻ കാണിച്ചു തരാം. സോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഓക്കെ, ആദ്യമായിട്ട് ഒരു കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് അതങ്ങോട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് ചതച്ച ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റിന് കിട്ടും. എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസും എനിക്ക് കുറച്ച് സമയമുള്ളതുകൊണ്ടാണ് ഞാൻ ഉള്ളി ഉപയോഗിച്ചത്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞാൻ റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഉപയോഗിച്ചത്. നമ്മളിവിടെ ഒത്തൻറ്റിസിറ്റി അല്ല എഫിഷ്യൻസിയാണ് നോക്കുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണ് നോക്കുന്നത്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് പെട്ടെന്ന് അരിയാനോ ചതയ്ക്കാനോ ഉള്ള നേരം കിട്ടിയെന്ന് വരില്ല. ദേഴ്സ് നത്തിങ് റോങ് നമ്മൾ കുറച്ച് റെഡിമെയ്ഡ് ആയിട്ടുള്ളത് ഉപയോഗിക്കുന്നത്. പിന്നെ ബാക്കി മസാലകളൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ ബീഫും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. 1 കിലോ ബീഫാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതൊന്ന് ഇളക്കി കൊടുത്ത് അതിന് വേണ്ടി കുറച്ച് വെള്ളവും ഒഴിച്ച് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലാസ്റ്റ് അതിന് മൂടി വെച്ച് ഒരു 5-6 വിസിൽ തന്നെ അടിച്ചു കൊടുക്കുക, ബീഫിന്റെ വേവിനനുസരിച്ച്. അപ്പോൾ സംഭവം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതാ ഇത്രയ്ക്കും, ഏകദേശം ഒരു ടീസ്പൂൺ ഈ ഗരം മസാല ഇടുക. ഗരം മസാല കൊണ്ട് ഇട്ടിട്ട് ഫ്ലെയിം ഓണാക്കുക, ലേശം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ ഈ വെള്ളം ഒന്ന് കുറുകണ വരെ ഒന്നിങ്ങനെ ചൂടാക്കാം. അപ്പൊ അതിനൊരു നല്ലൊരു കൊഴുപ്പും ആ കട്ടിയും കിട്ടും ഇതിലേക്ക്. ഇവിടെ കൂടുതൽ സമയം പോകുന്നത് ഒരു സവാള അരിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ റെഡിമെയ്ഡ് പേസ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഒത്തന്റിസിറ്റിക്ക് വേണ്ടിയിട്ട് ക്രഷ് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ ഗോള് ഒത്തന്റിസിറ്റി അല്ല, എഫിഷ്യൻസിയാ. നല്ല ചൂടുണ്ട്. ഞാൻ എന്നെ ഇൻഫിനിറ്റി ബീഫ് എന്ന് വിളിക്കുക. കാരണം ഇത് ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ടൈംസ് നമുക്ക് കഴിക്കാൻ പറ്റും, മടുക്കില്ല. പിന്നെ ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ടൈംസ് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അത്ര സിമ്പിളാണ്. അപ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ റെസിപ്പീസ് നമുക്ക് ഇതുപോലെ പരീക്ഷിക്കാം. വളരെ സിമ്പിൾ, ഈസി, എന്നാലും മടുപ്പ് തോന്നാത്ത രീതിയിലത്തെ ഇഷ്ടംപോലെ റെസിപ്പീസ് നമുക്ക് ഇനിയും ചെയ്യാം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ, ഗോഡ് ബ്ലെസ്.